ഗോപൻ സ്വാമിയും ക്രിസ്തുമതവും. ഏവർക്കും സ്വാഗതം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന് പറയുന്ന 70 വയസ്സുകാരനായ ഒരു വ്യക്തി സമാധി പ്രാപിച്ചുവെന്നും അല്ലാതെ ദുരൂഹമായ ഒരു മരണമായിരുന്നുവെന്നുമുള്ള വിവാദം ആ പ്രദേശത്തെ ആകമാനം അലട്ടിയതിൻ്റെ വെളിച്ചത്തിൽ അവിടുത്തെ ഡിസ്ട്രിക്റ്റ് കളക്ടർ ഗോപൻ സ്വാമിയുടെ സമാധിയിരിക്കുന്ന ആ ഒരു കുടീരം പൊളിക്കണമെന്ന് ഉത്തരവിട്ടത് വലിയ വിവാദത്തിന് വഴിയൊരുക്കി. ഗോപൻ സ്വാമിയുടെ കുടുംബത്തിലെ അംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 ആൺമക്കളും കളക്ടറുടെ ഈ തീരുമാനത്തെ വളരെ ശക്തമായി പ്രതിഷേധിച്ചു. എന്നാൽ നിയമം അനുശാസിക്കുന്നതിനനുസരിച്ച് ഈ കല്ലറ പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണ്, ഗോപൻ സ്വാമി അതിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ അദ്ദേഹം സമാധി പ്രാപിച്ചു എന്ന് പറയുന്ന ഈ ഒരു അവകാശവാദത്തിൻ്റെ സത്യം എന്താണ്, അത് സമാധിയായിരുന്നുവോ അല്ല കൊലപാതകമായിരുന്നുവോ എന്ന സംശയം നിലനിൽക്കുന്നത് കൊണ്ട് ഇതിനെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കുക രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന കടമയായതുകൊണ്ട്, അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു ആവശ്യം നിലനിൽക്കുന്നത് കൊണ്ട് കളക്ടറുടെ തീരുമാനത്തെ ഹൈക്കോടതി ശരിവെക്കുകയും അതിനുശേഷം കല്ലറ പൊളിക്കുകയും ഗോപൻ സ്വാമിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയ ശേഷം അത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക്, ചാർച്ചക്കാർക്ക് കൈമാറി അത് വീണ്ടും സമാധിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇപ്പോൾ സമാധിയല്ല, അത് മഹാസമാധിയാണ്. ഇതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ വശത്തേക്ക് ഞാൻ ആരുടെയും ശ്രദ്ധ വീണ്ടും ആകർഷിക്കുവാൻ ശ്രമിക്കുന്നില്ല. ഈ വീഡിയോയുടെ ഉള്ളടക്കം അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ ആമുഖമായി ഒന്ന് സൂചിപ്പിക്കട്ടെ. ഈ ഒരു സംഭവം, ഈ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ ശക്തമായി തെളിഞ്ഞു വന്നത് നസ്രയനായ യേശുവിൻ്റെ വാക്കുകളാണ്. അന്നത്തെ മതനേതൃത്വത്തെയും നേതൃത്വത്തിൽ കൂടെ മതത്തിൻ്റെ അവസ്ഥയാകമാനവും സൂചിപ്പിച്ചുകൊണ്ട് യേശു വെള്ള തേച്ച ശവക്കല്ലറകൾ എന്ന പദപ്രയോഗം നടത്തിയിട്ടുള്ളത് നമുക്ക് സുപരിചിതമാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ അത് വളരെ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏവർക്കും പരിശോധിച്ച് സ്വയം ബോധ്യപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കപ്പെട്ടു. പക്ഷേ മതത്തിൻ്റെ കല്ലറ പൊളിക്കണം എന്നുത്തരവ് ഇടാൻ ഒരു കളക്ടർക്കും സാധ്യമല്ല. അത് ശരിയാണെന്ന് പറയാൻ ഒരു ഹൈക്കോടതിക്കും ധൈര്യവും ഉണ്ടാകുകയില്ല. എന്നാൽ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ മതത്തിൻ്റെ അവസ്ഥ വാസ്തവത്തിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ പോലെയാണ്. കുറച്ചുകൂടെ മോടിയുണ്ട്. അത് വെള്ള തേച്ച ശവക്കല്ലറയാണ്. വെള്ള തേച്ചത് കൊണ്ടത് ശവക്കല്ലറയാകത്തില്ല എന്നില്ല, ശവക്കല്ലറ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ശവക്കല്ലറയുടെ ഉള്ളിലിരിക്കുന്നത് എന്താണ് എന്ന് തിട്ടപ്പെടുത്തേണ്ടതിന് ഇതൊന്ന് പൊളിച്ചു നോക്കുന്നത് ഉചിതമല്ലേ എന്ന ചിന്തയാണ് ഈ ഗോപൻ സ്വാമിയുടെ സമാധി സംബന്ധമായ വിവാദങ്ങൾ കേരളത്തിൽ അലയടിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ചിന്ത. മതത്തിൻ്റെ ഒരു വലിയ പ്രശ്നം അത് സത്യത്തെ എപ്പോഴും പ്രതിരോധിച്ചുകൊണ്ടിരിക്കും എന്നതാണ്. സത്യത്തെ അന്വേഷിക്കുക ഒരു അട്ടിമറിയുടെ പ്രവൃത്തിയാണ് എന്നതാണ് മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം. അതുകൊണ്ട് തന്നെയാണ് യേശു തന്നെ സത്യം എന്ന
സങ്കല്പത്തിൽ എന്ന ആ ഒരു യാഥാർത്ഥ്യത്തിൽ അവതരിപ്പിച്ച ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഈ വാക്യത്തെപ്പറ്റി അനേക വെളിപ്പെടുത്തലുകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 6 വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും. അതേ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ മതത്തിൻ്റെ അവസ്ഥ വെള്ള തേച്ച ശവക്കലറ പോലെയാണ്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൽ അന്നത്തെ പുരോഹിതവർഗത്തെ ആകമാനം പരാമർശിച്ചുകൊണ്ട് ആണ് യേശു അവർ വെള്ള തേച്ച ശവക്കലറകളാണ് എന്ന് പറഞ്ഞത്. എന്നാൽ യഹൂദൻ്റെ മതസംവിധാനത്തെ അല്പമെങ്കിലും പരിചയമുള്ളവർ വളരെ അനായാസമായി മനസ്സിലാക്കുന്നത് മതത്തെ യഹൂദൻ പുരോഹിത കലയോടും പുരോഹിത മേൽക്കോയ്മയോടും സമാനമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. The Jews equated their religion with priestly authority and priestcraft and whatever prescriptions and conditions were decided upon for the lay people to follow, for the believers to follow by the priestly class. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വെള്ള തേച്ച ശവക്കലറ എന്ന പ്രയോഗം 2 തട്ടത്തിൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ അന്നത്തെ പുരോഹിതവർഗം പ്രത്യേകിച്ച് അവർ കപടഭക്തിക്കാരാണ് എന്നതുകൊണ്ട് അവരെ യേശു വെള്ള തേച്ച ശവക്കലറുകളോട് ഉപമിക്കുന്നു. അതുപോലെ തന്നെ മതത്തിൻ്റെയും അവസ്ഥ അത് തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് അന്വേഷിച്ചറിയുവാനുള്ള സ്വാതന്ത്ര്യം യഹൂദ വിശ്വാസികൾക്കുണ്ടായിരുന്നില്ല. മതത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് തീരുമാനിക്കാൻ മതത്തിൻ്റെ ചെയ്തികളും ചെയ്യരുതായ്മകളും സത്യവും അസത്യവും സാധ്യതകളും അസാധ്യതകളും എല്ലാം തീരുമാനിക്കാൻ അവകാശമുണ്ടായിരുന്ന ഏകവർഗം പുരോഹിതവർഗമായിരുന്നു. സാധാരണ ജനത്തിന് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നറിയുവാൻ ആർക്കും അവസരമോ അവകാശമോ സ്വാതന്ത്ര്യവും ഇല്ലായിരുന്നു. ആരെങ്കിലും അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ അങ്ങനെ ചെയ്യുന്നത് ആവശ്യമാണ്, അത് നല്ല ഒരു പ്രവൃത്തിയാണ് എന്ന് വിചാരിച്ചാൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു സാഹചര്യമായിരുന്നു. എപ്രകാരമാണോ ഗോപൻ സ്വാമിയുടെ ശവകുടീരം പൊളിച്ചതിനകത്തെ യാഥാർത്ഥ്യങ്ങൾ തിട്ടപ്പെടുത്തണമെന്ന് കലക്ടർ ഉത്തരവിട്ടപ്പോൾ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിലെ അംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിധവയായ ഭാര്യ തൊട്ട് മക്കൾ തൊട്ട് മരുമക്കൾ തൊട്ട് സംഘടിതമായി അതിനെ എതിർത്തു. അതിനേക്കാൾ ഭയാനകമായി പുരോഹിതവർഗം യഹൂദ മതത്തിൻ്റെ കുത്തക അവകാശം വെച്ചു പുലർത്തിയിരുന്ന പുരോഹിതവർഗം അതിനെ എതിർത്തു. ആ സാധ്യത പോലും മനുഷ്യരുടെ മനസ്സിൽ കടന്നു വരാതിരിക്കത്തക്കവണ്ണം അവരെ സംരക്ഷിച്ചു പോരുന്നു, അവരെ പരിമിതപ്പെടുത്തി നിർത്തിയിരുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശു തന്നെ എന്തുകൊണ്ട് സത്യമായി അവതരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം സത്യത്തെ പറ്റിയുള്ള യേശുവിൻ്റെ പല പരാമർശങ്ങൾ, അതെല്ലാം തന്നെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തോട് ബന്ധമുള്ളതാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രനോ സത്യത്തിൻ്റെ ഇഹലോക ആവിഷ്കാരമാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും സത്യത്തിന് യേശു കൊടുക്കുന്ന പ്രാധാന്യം, അതിൻ്റെ തോത്, അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യ കൽപ്പിതമായ നിർമ്മിതമായ എല്ലാ മതസംവിധാനങ്ങളുടെയും ഉള്ളിൽ സത്യത്തെ സംഘടിതമായി എതിർക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് എന്നത് നാം തിരിച്ചറിയണം. മതങ്ങളെപ്പറ്റി വസ്തുനിഷ്ഠമായി ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും നാളിതുവരെ ഒരേ സ്വരത്തിൽ നമ്മോട് പറയുന്നത് മതത്തെ ഒരു സംഘടിത വ്യവസ്ഥിതിയായി രൂപാന്തരപ്പെടുത്തുന്നതിൽ സത്യത്തിനല്ല അസത്യത്തിനാണ് കൂടുതൽ പങ്കുള്ളത്. ഇത് യേശുവിനും അറിയാമായിരുന്നു എന്നാണ് സത്യം. അതുകൊണ്ടാണ് പ്രസംഗത്തിൽ യേശു പറയുന്നത്, കള്ളപ്രവാചകന്മാർ വരും നിശ്ചയം, അവർ ആടിൻ്റെ വേഷമിട്ടവരാണെങ്കിലും അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കും എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ചരിത്ര യാഥാർത്ഥ്യത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്.
അതിൻ്റെ മുന്നമേയുള്ള ഒരു താക്കീതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗോപൻ സ്വാമിയുടെ ശവകുടീരം തുറന്ന് അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളടക്കങ്ങൾ എന്താണ് എന്ന് തിട്ടപ്പെടുത്തുന്നത് ഒരു രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനിവാര്യമാണ് എന്നതുപോലെ തന്നെ മതം ഒരു വെള്ള തേച്ച ശവക്കല്ലറയായി തീരുന്നത് കൊണ്ട് ചരിത്രത്തിൽ അത് അനിവാര്യമായ ഒരു പ്രക്രിയ ആയതുകൊണ്ട് കാലാകാലങ്ങളിൽ ഈ മതമാകുന്ന ശവക്കല്ലറകളും ഒന്ന് പൊളിച്ച് അതിനകത്തെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കേണ്ട ഒരാവശ്യമുണ്ട്. പക്ഷെ അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ ശവകുടീരം പൊളിക്കാൻ ഉള്ള ആശയം വന്നപ്പോൾ എപ്രകാരം എതിർത്തു. അവർ പറഞ്ഞത് ഞങ്ങളെ കൊന്നാലും ഞങ്ങളെ തന്നെ കത്തിച്ച് കളയും, അങ്ങനെ തൊട്ടാൽ ഞങ്ങളെ തന്നെ കത്തിച്ച് കളയും, ജീവനുള്ളെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുക. ഇതേ ആത്മാവിലും എരിവിലുമാണ് മതത്തിൻ്റെ വിവിധമായ സങ്കല്പങ്ങളെ, താരിപ്പുകളെ, സംവിധാനങ്ങളെ, പാരമ്പര്യങ്ങളെ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ സത്യമാകുന്ന അളവുകോൽ കൊണ്ട് ഒന്ന് അളന്നു നോക്കണമെന്ന് പറയുമ്പോൾ മതത്തിൻ്റെ സംരക്ഷകരായിട്ടുള്ള ആളുകൾ അതിനെ നിശിതമായി എതിർക്കുകയും അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണെന്നും അവരെ കൊന്നൊടുക്കുന്നത് ദൈവത്തോട് കാട്ടുന്ന കൂറാണെന്നും നീതിയാണെന്നും വിശ്വസിക്കുന്നത് ആ ന്യായം തിരിച്ചറിയുവാൻ നെയ്യാറ്റിൻകരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നമ്മെ ആഹ്വാനം ചെയ്യുകയും സഹായിക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കെടുത്തത്. അപ്പോൾ എക്കാലത്തും ഇതൊരു പ്രശ്നം തന്നെയാണ്. നിങ്ങൾ അല്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് മതത്തിൽ, അത് വേദപുസ്തകത്തിൽ പ്രത്യേകമായി നമുക്ക് കാണാവുന്നതാണ്, മതത്തിൽ പ്രവാചകനും പുരോഹിതനും എപ്പോഴും ബദ്ധശത്രുക്കളായി കാണുന്നു? ഇനിയും അധികം നാൾ കഴിയാതെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലോകത്തിലുള്ള ക്രിസ്തീയ സമൂഹം മുഴുവനും യേശുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി ധ്യാനിക്കും. അതിന് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയും, ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയും. ആ ആഴ്ച മുഴുവനും യേശുവിൻ്റെ കഷ്ടാനുഭവത്തെപ്പറ്റി വളരെ വൈകാരികമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഒരു ക്രിസ്ത്യാനിയും മനസ്സിലാക്കാൻ ധൈര്യപ്പെടാത്ത ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ പുറകിൽ വർത്തിച്ചത് പുരോഹിത വർഗമാണ്. യേശുവിനെ കൊന്നേ മതിയാകൂ, അവരുടെ മതത്തിൻ്റെയും അവരുടെ ദൈവത്തിൻ്റെയും സംരക്ഷണത്തിന് യേശുവിനെ കൊന്നേ മതിയാകൂ എന്ന് കട്ടായം പിടിച്ച് അങ്ങനെ തീരുമാനിച്ച് അതിനുള്ള സർവ്വഗൂഢാലോചനയും പൂർത്തിയാക്കി അന്നത്തെ റോമ അധികാരികളുടെ കൈകൊണ്ട് കുരങ്ങനെ കൊണ്ട് ചൂടുപായസം വാരിപ്പിക്കുന്നത് പോലെ ഈ അധമ പ്രവൃത്തി ചെയ്യിച്ചത് പുരോഹിത വർഗമാണ്. യാതൊരു സംശയവുമില്ല. അത് നിരാകരിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ സംഭവത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ, മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ സത്യം അന്വേഷിക്കുവാൻ ആർക്കും അവകാശമുണ്ടാകുകയില്ല. അതുകൊണ്ട് പ്രവാചക ദൗത്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു മത സംവിധാനവും ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. അങ്ങനെയുള്ള ആ വിശാലതയുള്ള ഒരു മതമോ ഒരു സഭയോ ഇന്ന് ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിച്ചിരിപ്പുമില്ല. ഈ സനാതനമായ യാഥാർത്ഥ്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, യെരുശലേമിനെ നോക്കി വിലപിച്ചുകൊണ്ട് യേശു എന്താണ് പറയുന്നത്? യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു ചരിത്രം നിനക്കുണ്ട്. എന്താണ് യെരുശലേമിന് ഇത്രമാത്രം തലവേദന? ഇസ്രയേലിലെ പാലസ്തീനിലെ മറ്റനേക സ്ഥലങ്ങളിൽ മനുഷ്യർ ദൈവത്തെ അറിയുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യെരുശലേമിൽ മാത്രം എന്താണ് ഈ പ്രശ്നം? അത് അന്നത്തെ വ്യവസ്ഥിതി മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. യഹൂദ ജനം വസിച്ച 6 പ്രോവിൻസുകളിൽ പാലസ്തീനിൻ്റെ എല്ലായിടങ്ങളിലും ഒരിടത്ത് മാത്രമാണ് പുരോഹിത വർഗത്തിൻ്റെ മേൽക്കോയ്മയുണ്ടായത്. അത് യെരുശലേമിലാണ്. ബാക്കിയുള്ളിടത്തൊക്കെ യഹൂദന്മാരുടെ പള്ളികളുണ്ടായിരുന്നു, സിനഗോഗ്സ് ഉണ്ടായിരുന്നു. അവിടെയൊന്നും പുരോഹിതന്മാരില്ലായിരുന്നു. അവിടെ ഒരു ലേ എൽഡർ, പുരോഹിതനല്ലാത്ത ഒരു വിശ്വാസി, അതൊരു മൂപ്പന്മാരുടെ കാർമ്മികത്വത്തിലാണ് യഹൂദന്മാരുടെ മറ്റുള്ള പള്ളികളിൽ, യെരുശലേം ദേവാലയം ഒഴിച്ച് ബാക്കി എല്ലാ പള്ളികളിലും ആരാധന യഹൂദന്മാരുടെ ശബത്ത് നാളിൽ നടന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ നടത്തുമ്പോൾ
വലിയ പ്രതിരോധവും പ്രയാസവുമില്ലാതെ 3 വർഷം കഴിച്ചു കൂട്ടി. അതേസമയം യേശു യെരുശലേമിലെത്തിയപ്പോൾ അന്നേരമേ അവനെ പിടിച്ച് കൊന്നു. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? സംഘടിതമായ മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുരോഹിതവർഗവും പ്രവാചക ദൗത്യവും ഒരിക്കലും ഇണചേർന്ന് പോകുകയില്ല. പുരോഹിതൻ പ്രവാചകനെ കൊന്നിരിക്കും. കാരണം സംഘടിതമായ മതത്തിൽ സത്യത്തിന് സ്ഥാനമുണ്ടാകുകയില്ല. ഈ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദോസ്തോയെവ്സ്കി വിശ്വപ്രസിദ്ധമായ ഒരു കഥ എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നോവലായ ബ്രദേഴ്സ് കരമാസോവിൻ്റെ ഉള്ളിൽ ചേർത്തിട്ടുള്ളതും എന്നാൽ അതേസമയം തന്നെ അതൊരു പ്രത്യേകമായ ചെറുകഥയായി ഇടം പിടിക്കുവാൻ കേൾപ്പുള്ളതുമായ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും മഹനീയമായ കഥ ഏതാണെന്ന് ചോദിച്ചാൽ സാഹിത്യ നിരൂപകന്മാർ ഒറ്റ സ്വരത്തിൽ പറയും ഡോസ്റ്റോയെവ്സ്കിയുടെ ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ. അതിൻ്റെ ആശയം ഇത് മാത്രമാണ്: സഭയ്ക്കുള്ളിൽ, ഒരു സഭയുടെയും ഉള്ളിൽ സത്യത്തിന് സ്ഥാനമുണ്ടാകുകയില്ല. അത് ദോസ്തോയെവ്സ്കിയുടെ വ്യക്തിപരമായ കണ്ടുപിടുത്തമല്ല. അത് അദ്ദേഹം വേദപുസ്തകത്തിൽ നിന്ന് മണത്തറിഞ്ഞതാണ്. അതിനാധാരമായിട്ടുള്ളത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ലവുദോക്യ സഭയുടെ ജീവിതത്തിൽ യേശുവിന് ഉള്ളിൽ പ്രവേശിക്കുവാൻ അവകാശമില്ല. അവനെ സഭയുടെ വെളിയിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടുകൂടെ അത്താഴം കഴിക്കും, സക്രമെന്റ് ആചരിക്കും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് യേശുവിനെ ലവുദോക്യ സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ വെളിയിൽ നിർത്തിയിരിക്കുന്നത്? സത്യത്തിന് സംഘടിതമായ മതത്തിൻ്റെ ഉള്ളിൽ ഇടമുണ്ടാകുകയില്ല എന്ന സനാതനമായ, ഒരിക്കലും മാറ്റം വരാത്തൊരു സത്യത്തെ പല വിധത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നത് എന്തുകൊണ്ടോ ക്രിസ്ത്യാനിയുടെ കണ്ണിൽ പെടുന്നില്ല. ആ ഒരു സത്യം മാത്രം തിരിച്ചറിയുവാൻ ക്രിസ്ത്യാനിക്ക് നട്ടലില്ല. എന്നാൽ ഇത് തിരിച്ചറിയാതെ സത്യത്തിൻ്റെ വ്യക്തിത്വം ലോകത്തിന് കാഴ്ചവെച്ച ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ ആർക്കും കഴിയുകയുമില്ല. ഇതുകൊണ്ട് ഞാൻ ഈ ഒരു യാഥാർത്ഥ്യത്തെ പലപ്പോഴും ആവർത്തിച്ച് പരാമർശിക്കുന്നത്, ഈ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറക്കുവാൻ ക്രിസ്ത്യാനികൾക്ക് പൊതുവെ വലിയ ഭീതിയാണെന്നതുകൊണ്ടാണ്. അത് സഹിക്കാൻ വയ്യാതെ പലരും, നല്ലവരായ പലരും, ഞാനവിടെ ഒന്നും പേരെടുത്ത് പറയുന്നില്ല, വളരെ അസഹിഷ്ണുത കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അവർ സതുദ്ദേശത്തോടു കൂടിയാണ് ഈ അസഹിഷ്ണുത കാണിക്കുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കാത്ത കാര്യം, അവർ ഈ പുരോഹിത മേൽക്കോയ്മയുടെ അടിമത്തത്തിൽ കിടക്കുന്നത് കൊണ്ട് പ്രവാചക ശബ്ദത്തെ ഒരിക്കലും സഹിക്കുവാനുള്ള ആത്മീകമായ ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് സത്യത്തിൻ്റെ വെളിച്ചം പ്രവേശിച്ച് വരുന്നതാണ്ട് വലിയ അക്രമമാണ് എന്ന് തോന്നുന്നു. അതെക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. യേശുവിൻ്റെ ക്രൂശീകരണവും നമ്മെ അറിയിക്കുന്ന സത്യം അത് തന്നെയാണ്. പ്രവാചകരും പുരോഹിതരും തമ്മിൽ യാതൊരു സന്ധിയും ഉണ്ടാകുകയില്ല. പ്രവാചകരെ കൊന്നൊടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് പുരോഹിത വർഗമാണ് എന്നത് യേശുവിൻ്റെ പ്രസ്താവനയാണ്, എൻ്റെ വ്യക്തിപരമായ കണ്ടുപിടുത്തമല്ല എന്ന് ദയവായി മനസ്സിലാക്കാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മതമെന്ന ഈ വെള്ളത്തേച്ച ശവക്കല്ലറ ഒന്ന് പൊളിച്ചിട്ട്, ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ സംഭവത്തിൽ നടന്നതുപോലെ ഇതിൻ്റെ ഉള്ളിലെന്താണ് എന്നൊന്ന് പരിശോധിക്കുവാൻ ഒരു അത്യാവശ്യം നിലനിൽക്കുന്നവർ, സത്യത്തോട് പ്രതിപത്തിയുള്ളവർ, സത്യത്തെ വെറുക്കാത്തവർ അത് ആവശ്യമാണ് എന്ന് സമ്മതിക്കും. എന്തുകൊണ്ടാണ് നാം ഇത്രമാത്രം ഭയപ്പെടുന്നത്? ഇതിൻ്റെ ഉള്ളിലുള്ളത് സത്യമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പൊളിച്ച് പരിശോധിക്കുന്നത് നമ്മെ ഞെട്ടിപ്പിക്കുകയോ വിറപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യം വല്ലതുമുണ്ട്. അപ്പോൾ അതിനെ നാം ഭയക്കുന്നുവെങ്കിൽ, നിഷ്പക്ഷമായ ഒരു പരിശോധനയെ, സത്യത്തെ അന്വേഷിച്ചിട്ടുള്ളൊരു പരിശോധനയെ നാം നഖശിഖാന്തം എതിർക്കുന്നുവെങ്കിൽ എൻ്റെ അർത്ഥം ഈ കല്ലറയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് യാതൊരു ബോധ്യവുമില്ല, യാതൊരു വിശ്വാസവുമില്ല, യാതൊരു തിട്ടവുമില്ല, യാതൊരു ധൈര്യവുമില്ല, ഉറപ്പുമില്ല എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ എങ്ങനെയാണ് നാം ഇതിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നത്? സത്യത്തെ ഒഴിച്ചു നിർത്തി ഒരു വ്യവസ്ഥിതിയിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയണമെങ്കിൽ അതിൻ്റെ പേര് ഭ്രാന്തെന്നാണ്, മുഴുഭ്രാന്തെന്നാണ്.
യേശു പറയുന്നത് നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീരെന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഞാൻ സത്യമാണ് എന്നതുകൊണ്ടാണ്. നമ്മുടെ വിശ്വാസം പരിപാവനമായ ഒരു കഴിവാണ്. നാം അതിനെ എവിടെ നിക്ഷേപിക്കുന്നു എന്നതിനെപ്പറ്റി ചുമതലബോധമുള്ളവരായിരിക്കണം. സത്യത്തിൻ്റെ അടിത്തറയിൽ മാത്രമേ, സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നാം നമ്മുടെ വിശ്വാസത്തെ സ്ഥാപിക്കാവൂ. അസത്യത്തിൽ നാം നമ്മുടെ വിശ്വാസം കൊണ്ട് സ്ഥാപിച്ചാൽ അത് നമ്മെ അപകടത്തിലാക്കുന്ന നാനാവിധമായ നാശനഷ്ടങ്ങൾ വരുത്തുവാൻ മാത്രം പര്യാപ്തമായൊരു വലിയ മണ്ടത്തരമാണ്. അത് നമ്മുടെ ബുദ്ധിയെയും കണ്ണിനെയും കാഴ്ചയെയും തലച്ചോറിനെയും മണ്ടയെയും വ്യക്തിത്വത്തെയും 100% നശിപ്പിച്ചു കളയാൻ, അതിൻ്റെ സാധ്യതകളെ കൊന്നുകളയാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് സത്യത്തെ ഭയക്കുന്നവൻ വിശ്വാസിയാകയില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യത്തെ ഭയക്കുകയും സത്യത്തെ പ്രതിരോധിക്കുകയും ചെയ്യുന്നവൻ മാത്രമാണ് വിശ്വാസി. സത്യം തിരിച്ചറിയണമെന്ന് പറയുന്നവൻ ശത്രുവാണ്. ഇത് യഹൂദൻ്റെ ഭ്രാന്ത് ചരിത്രത്തിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നു. നാം വാസ്തവത്തിൽ നമ്മുടേതായി സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ആത്മീകമായ പാരമ്പര്യം ക്രിസ്തുവിൽ നിന്ന് ആരംഭിച്ചതല്ല. ഇത് യഹൂദൻ്റെ കയ്യിൽ നിന്ന് നാം കടം മേടിച്ചത്. അതിന് മേമ്പടിയായ യേശുവിൻ്റെ പേരൊക്കെ ഇങ്ങനെ പറയുന്നു, അവൻ്റെ നാമം ഉച്ചരിക്കുന്നു എന്നല്ലാതെ യേശുവിൻ്റെ ആത്മീകമായ ദർശനത്തോടോ യേശുവിൻ്റെ ദൗത്യബോധത്തോടോ യേശു ഏത് ലക്ഷ്യത്തോടു കൂടെ തൻ്റെ ആത്മീയ ദൗത്യം പൂർത്തീകരിച്ചു വന്നതിനോടോ വിദൂര ബന്ധം പോലുമില്ലാത്ത ഒരു സംവിധാനമാണ് യേശുവിൻ്റെ പേരിൽ മാത്രം ഇപ്രകാരം കെട്ടിവയ്ക്കുകയും സൃഷ്ടിക്കുകയും അത് പിന്നെ അമീബ പൊട്ടിപ്പിളർന്ന് ഒരു അമീബ 2ആയി, 2 അമീബ 4ആയി, 4 8ആയി ഇങ്ങനെ പിളന്ന് ഇപ്പോൾ ഏതാണ്ട് 50,000-ഓളം ക്രിസ്തീയ അമീബകൾ ലോകത്തിലുണ്ട്. അതെല്ലാം വിശ്വാസികളുടെ കൂട്ടമാണ്. അതിലെല്ലാവരും വിശ്വാസ ശ്രേഷ്ഠന്മാരാണ്. എല്ലാവരും നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ കാലം നീട്ടിയിരിക്കുന്നവരാണ്. ഇതൊക്കെ വാസ്തവത്തിൽ തികച്ചും അപഹാസ്യമായ അവസ്ഥകളാണ്. നിങ്ങൾക്കും എനിക്കും സത്യത്തോട് പ്രതിപത്തിയില്ല എങ്കിൽ, അല്ല നിങ്ങൾക്കും എനിക്കും സത്യം കാണുമ്പോൾ, പേപ്പട്ടി കടിച്ച വ്യക്തി, അത് പേപ്പട്ടി രോഗമുള്ളവർക്ക് വെള്ളം കാണുമ്പോൾ കുരയ്ക്കാൻ വരും. അതുപോലെയാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ, റേബിസ് ഉള്ളവരാണ്, മത റേബിസ് ഉള്ളവരാണ് നാമെങ്കിൽ, സത്യത്തെ കാണുമ്പോൾ നമുക്ക് കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യണമെന്ന് തോന്നിയാൽ നമ്മുടെ അവസ്ഥ പരിതാപകരമാണ്. അതുകൊണ്ട് ആര് വെറുത്താലും അപലപിച്ചാലും എനിക്ക് പറയാനുള്ളത്, ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ചതുപോലെ ഈ വെള്ള തെച്ച ശവക്കല്ലറയും ഒന്ന് പൊളിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു. ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ? ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് അഭൗമമായ സാധ്യതകളായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ കല്ലറ പൊളിച്ചാൽ കുറച്ചുകൂടെ വ്യക്തമായി കണ്ട് അതിലുള്ള നമ്മുടെ വിശ്വാസം കുറച്ചുകൂടെ ശക്തി പ്രാപിച്ച് വ്യക്തത പ്രാപിച്ച് നമുക്ക് കൂടുതൽ ആവേശത്തോടുകൂടെ ഈ ആത്മീയ തീർത്ഥയാത്ര നടത്തുവാൻ സാധിക്കുമല്ലോ. അത് അഭികാമ്യമായൊരു സാധ്യതയാണല്ലോ. അല്ല, ഈ കല്ലറയ്ക്കകത്ത് ഇരിക്കുന്നത് വെറും ദ്രവിച്ച എല്ലുകൾ മാത്രമാണ്, എല്ലിൻ കഷ്ണങ്ങൾ മാത്രമാണെങ്കിൽ യേശു പറഞ്ഞതുപോലെ നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും. യഥാർത്ഥത്തിലുള്ള സത്യം അന്വേഷിപ്പാൻ നമുക്കുള്ള കടമ ആ ഒരു തിരിച്ചറിവിൻ്റെ പിൻബലത്തിൽ നമുക്കേവർക്കും പ്രാപിപ്പാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ലഭിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ പ്രത്യേകതയുള്ള ഇതിന് സമാനമായ മറ്റൊരു സംഭവം എൻ്റെ ജീവിതകാലത്ത് വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഞാൻ തുടരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കല്ലറ പൊളിച്ചെങ്കിൽ മാത്രമേ സത്യം കണ്ടുപിടിക്കാൻ സാധ്യമാകുകയുള്ളൂ എങ്കിൽ, നാം സത്യത്തിന് വില കൊടുക്കുന്നുവെങ്കിൽ, ഏത് കല്ലറയും പൊളിച്ചിട്ട് അതിനകത്ത് മറച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവയുടെ നിജസ്ഥിതി എന്താണെന്ന് തിട്ടപ്പെടുത്തുവാൻ നമുക്ക് ഒരു ആവശ്യവും ഒരു അവകാശവുമുണ്ട്. അത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് ആധികാരികമായി അവകാശപ്പെട്ട ക്രിസ്തുവിനോട് നാം കാണിക്കുന്ന സാമാന്യ മര്യാദ മാത്രമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം അറിയുവാൻ വളരെയധികം എനിക്ക് താല്പര്യമുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി തുറന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ സത്യസന്ധതയിൽ ആശയങ്ങൾ വിനിമയം ചെയ്ത് കൂടുതൽ വ്യക്തമായി സത്യം തിരിച്ചറിയുവാൻ ഇടയാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് ഞാനിങ്ങനെ വിവാദപരമായ കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.